ഇഡ്ലിക്കും ദോശയ്ക്കും പറ്റിയ നല്ലൊരു തക്കാളി ചട്നി ഉണ്ടാക്കാം. ആദ്യം 1 ടീസ്പൂൺ എണ്ണ ചൂടാകുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്ത് ചൂടാക്കണം. ചെറിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് 10 അല്ലി ചേർത്തിട്ടുണ്ട്. പിന്നെ 5 ഉണക്കമുളക് ചേർക്കാം. എല്ലാം എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. മൂത്ത് തുടങ്ങുമ്പോൾ ഒരു ചെറിയ സവാള ചേർത്ത് വഴറ്റിയെടുക്കാം. കളറ് മാറാതെ ഈ സവാള വാടി തുടങ്ങുമ്പോൾ 2 വലിയ തക്കാളി ചേർക്കാം. തക്കാളിയും വഴറ്റി വാട്ടിയെടുക്കണം. മൂടി വെച്ച് കുക്ക് ചെയ്യാം. എല്ലാം വെന്ത ശേഷം ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. ഇതിന്റെ ചൂട് നല്ലപോലെ കുറഞ്ഞ ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ എണ്ണ ചൂടാക്കിയിട്ട് അല്പം കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയ ശേഷം വളരെ കുറവ് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ചേർക്കാം. ഇത് ചൂടാകുമ്പോൾ ഉണക്കമുളക് കട്ട് ചെയ്തതും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കണം. എല്ലാം ഒന്ന് മൂത്ത ശേഷം തീ കുറച്ച് വയ്ക്കണം. എന്നിട്ട് 1/4 ടീസ്പൂണിലും കുറവ് മഞ്ഞൾപ്പൊടി ചേർത്ത് എണ്ണയിൽ ചൂടാക്കാം. ഇനി നമുക്ക് നേരത്തെ അരച്ച പേസ്റ്റും കൂടെ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളവും ഒക്കെ ചേർക്കാം. എല്ലാം മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് ചട്നിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഇത് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളച്ചാൽ മതി. ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ പറ്റിയ നല്ല രുചിയുള്ള തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്.